അമ്മച്ചിക്ക് ഇടപെടാൻ പറ്റിയല്ല, ആഘോഷിക്കണം. ഓ, ഞാൻ എന്നാ ആഘോഷിക്കാനാ? പിള്ളേര് നന്നായിട്ട് കളിച്ചു, അവർക്ക് ട്രോഫിയും കിട്ടി. എന്നാൽ അവരെ വിളിച്ച് പറ ചെലവ് ചെയ്യാൻ. അമ്മച്ചി ഓട്ടം കൂടെ ഓടിയിട്ടല്ലേ അവർക്ക് ഞെളിഞ്ഞ് നടക്കാൻ പറ്റുന്നേ. അവര് സന്തോഷിക്കട്ടാ. അവരുടെ സന്തോഷം കണ്ടുകൊണ്ട് പെൻഷൻ വാങ്ങിക്കുമ്പോ ആ തുകയ്ക്കൊരു വിലയുണ്ടെന്ന് എനിക്ക് തോന്നും. എനിക്കത് മതി. തികയല്ലോ. എങ്ങനെയും സാറവങ്ങ് തേച്ചെടു. 1000 രൂപ കിട്ടാതെ കാര്യം നടക്കില്ല. എങ്ങനെയും തേച്ചെടുക്കാ? പച്ചച്ചാണത്തിന്റെ ബിസിനസ് ആണോ? ഒപ്പിട്. അങ്കിളെ, അങ്കിൾ കൂടിയേ തീരൂ എന്ന് കടും പിടുത്തം പിടിക്കുകയാണെങ്കിൽ ഞാനത് ഊരിത്തരാം. പക്ഷെ അങ്ങനെ പിടിക്കല്ല. എനിക്ക് സ്വന്തം രൂപ വേണം. ശമ്പളം കിട്ടിയ ഉടൻ ഞാനതങ്ങ് തിരിച്ചു തരാം. അങ്കിളിന് എന്നെ വിശ്വാസമല്ലേ? സാക്ഷാൽ വേലൂരുകം വന്ന് കാശ് ചോദിച്ചാലും ആദ്യം ആ വേലിങ് വാങ്ങിച്ച് വെച്ചതിന് ശേഷമേ കാശ് കൊടുക്കാവൂ. അതാ പണയക്കാരന്റെ പ്രമാണം. അതുകൊണ്ടാ. ഇതെനിക്ക് സെന്റിമെന്റൽ വാല്യൂ ഉള്ള മാലയായിരുന്നു. വെറും 500 രൂപയുടെ ആവശ്യമാണ്. ശമ്പളം കിട്ടിയാലുടനെ പുള്ളി അങ്ങ് തരും. പ്രസാദ കച്ചവടത്തിലെ ശമ്പളമല്ലേ? കേട്ടിട്ടുണ്ട്. ഇതുവരെ ഉള്ളത് കണക്കാക്കണ്ട. എന്റെ അപ്രന്റീസ്ഷിപ്പ് ഈ മാസം കൊണ്ട് കഴിയുക. അടുത്ത മാസം മുതൽ സിറ്റി എഡിറ്ററാ, പെർമനന്റാ. പിന്നെ 1-ാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ശമ്പളം മേശപ്പുറത്താ. എഡിറ്ററല്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയാലും മുതലിടുന്നാലല്ലാതെ എന്റെ ഇന്ന് 10 പൈസ കിട്ടുകയല്ല. പയ്യെ ഇങ്ങോട്ടൊടിച്ച ഒടുവിൽ പാതി മാല കല്ലേലിരിക്കും. അതൊന്നും ഇരിക്കില്ല. മതിയെങ്കിലേ മാല അപ്രത്യക്ഷമാവും ഈ കണക്കിന്. എന്താ കമ്പി എണ്ണുന്നോ? 3 എണ്ണയ്ക്ക് വാലായിട്ട് LLB എടുത്ത് വെച്ചേക്കുന്നതേ വക്കീലിനെ വെക്കാതെ കേസ് വായിക്കാനാ. ഇനിയിപ്പോ എഴുതി എടുക്കാൻ പോകുന്നത് LLM. ചീറ്റിങ് കൊണ്ട് എന്റെ അടുത്ത് വന്നാണല്ലോ. സ്വർണ്ണം കൊണ്ട് വന്നേക്കുന്നു. ഇത്തവണത്തേക്ക് വിടുന്നു. ഈ സ്വർണ്ണം വരയ്ക്കാന്ന് പറയുന്നുണ്ടല്ലോ. നീ പ്രധാന കാലത്ത് ചെരയ്ക്കുന്നത് പോലുള്ള പണിയല്ല. കാശ് തരാനില്ലേ വേണ്ട. പക്ഷെ ആളുകൾ ആക്ഷേപിച്ചാലുണ്ടല്ലോ. എന്റെ ഫേസ് വാല്യൂവിൽ 500 അല്ല 5 ലക്ഷം തരാൻ ഈ നാട്ടിൽ ആൾക്കാരുണ്ട്. പിന്നെ ആ തന്നെ എന്റെ പത്രത്തിൽ കൂടെ ഒരു പിടി പിടിച്ചില്ലേ? പിടിച്ചോ. മുക്കുവണ്ണം കൊണ്ട് വന്നിട്ട് 500 ഉലുവ. യാത്രയപ്പം സൽക്കാരം ഒക്കെ കലക്കിയ കോളുണ്ടല്ലോ ആന്റി. നന്നായിരുന്നു. ആന്റി കരഞ്ഞോ? കരഞ്ഞായിരുന്നോ? ചെറുതായിട്ട്. നിങ്ങൾ അറിയുന്നു കരഞ്ഞോ? ചായ കുടിച്ചിട്ട് പോവാം. വാ. ഈ ആന്റിയോട് എത്ര തവണ പറഞ്ഞതാ അവിടെ ബോൾ പറക്കുന്ന ഒരു ജോലിയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരാൻ. അതൊന്നും പറഞ്ഞാൽ പറ്റിയില്ല. അതെങ്ങനെയാ കുട്ടി? എന്റെ സർവീസ് ഇന്നുകൊണ്ട് അവസാനിച്ചു. ഇനിയിപ്പോ പുതിയ ഒരാൾ വരും. അവര് നിങ്ങൾക്ക് കോച്ചിങ് തരും. ഉദ്യോഗത്തിലിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് പിരിയാനൊരു ദിവസം. അതൊന്നും ഇല്ല. ഞങ്ങൾക്ക് മാഡത്തിനെ കാണണം. നാളെയും കാണണം, മറ്റന്നാളും കാണണം, എന്നും കാണണം. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാനല്ലോ. അതെങ്ങനെയാ വെറുതെ ഇങ്ങ് കയറി വരാൻ നോക്കോ? പിന്നല്ലാതെ എങ്ങനെയാ? അതിന് അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ ആലോചിച്ച് ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോ വേണേലും ഇവിടെ വരാം, മാഡത്തിനെ കാണാം, എത്ര നേരം വേണേലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. പറയട്ടെ? പറ കേക്കട്ടെ. ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുക. ബ്യൂട്ടി പാർലറോ? അതിനെന്താ, നല്ല ബിസിനസ്സാ. ഇവിടെ സിറ്റിയിലെ ഒന്നിനും കൊള്ളത്തില്ല. ഞങ്ങളൊക്കെ പിന്നീട് പോകുന്നത് വേറൊന്നും നല്ലതില്ലാഞ്ഞിട്ടാ. മാഡം എണ്ണം തുടങ്ങി നോക്ക്, ഇവിടെ ക്യൂ ആയിരിക്കും. അതെ മാഡം. അതിന് ഞാൻ ഈ ബ്യൂട്ടി പാർലർ എന്ന് കേട്ടുള്ള അല്ലാതെ
അതിന്റെ ഉള്ളിൽ ഒരു വട്ടം കൂടി കയറിയിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു ചുക്കും അറിയേയില്ല. അറിയാനങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പെമ്പിള്ളേരുടെ മുഖം എനിക്ക് കൊടുക്കുന്ന ഏർപ്പാടുകൾ അത്രേ ഉള്ളൂ. ബാങ്കിലിട്ട് കിട്ടുന്ന പലിശയേക്കാൾ കൂടുതൽ എമൗണ്ട് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. പിന്നെ അതിനേക്കാൾ വലിയ കാര്യം ഒരു എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ മാഡം ഇപ്പോഴത്തെ പോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാരും കൂടെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞാൽ. ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. കുറെ നാളുകൊണ്ട് ആലോചിച്ചുണ്ടാക്കിയതാ ഈ പരിപാടി. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നമ്മുടെ പള്ളിക്കടിച്ചോ? അടിച്ചെന്ന് തന്നെയാ വിചാരിക്കേണ്ടത്. കേട്ടു. എന്തോന്ന്? എല്ലാം കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇളക്കം കയറി നിൽക്കുന്ന പെമ്പിള്ളാര് മൂക്കിലെ പൂറ പറിക്കാനാണെന്നും മൂക്കിലിന്റെ പാട് മാറ്റാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കയറി തുടങ്ങിയുണ്ടല്ലോ. ഞാൻ താമസം മാറ്റും. ഒരു ചേച്ചിയായി ചിത്ര പാടായി. അവര് വരുന്നതിന് നിനക്കെന്തോന്നു? ഒന്നുമില്ലാന്ന് ചേച്ചിക്ക് തോന്നും. ഞാൻ ഒരു അവിവാഹിതനാ. ഇപ്പോഴത്തെ പെമ്പിള്ളാരുമാ. ദുഷ്പേര് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പിള്ളേർ നിൽക്കും, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദുഷ്പേരിന്റെ കാര്യം കളാ. പക്ഷെ ഒരു കാര്യം, അമ്മച്ചിക്ക് ബ്യൂട്ടി പാർലറിന്റെ ABCD അറിഞ്ഞൂടാ. അറിയാത്ത ബിസിനസ്സിൽ പോയി ചാടി ഇത്രയും കാലം വേർപ്പൊഴിക്ക് സമ്പാദിച്ച പണം വെറുതെ തൊളിച്ച വേണ്ട. അതാ ഞാൻ പറഞ്ഞത്. ചേച്ചിയാ രൂപ ഇങ്ങോട്ട്. നാളെ ഇവിടെ ബോർഡ് വരും. ക്രാംബ്രിഡ്ജ് ചിറ്റ്സ് ആൻഡ് ഫൈനാൻസേഴ്സ്. കാശ് കിട്ടിയാൽ ഇന്നിപ്പോ അവിടെ എമിൽ വീഡിയോയുടെ ബോർഡ് വരും. നാളത്തെ ബാബാ തിരുമേനിയുടെ സ്ഥാനാരോഹണം അങ്കിളിനെ ഞങ്ങൾ ഇവിടെ ഇരുത്തി കാണിച്ചു തരും. എനിക്കും കാണണ്ട. ആ പിള്ളേർ അതും ഇതും പറഞ്ഞു കരുതി അമ്മച്ചി ഒരു കാര്യമാക്കണ്ട. ആ പിള്ളേർ പറയുന്നതും കാര്യമാക്കണ്ട, ഈ പിള്ളേർ പറയുന്നതും കാര്യമാക്കണ്ട. നിങ്ങൾ രണ്ടുപേര് പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ തരാൻ വെച്ചാൽ മറ്റേ ആൾ പിണങ്ങും. ബാങ്കിലിട്ടാൽ രണ്ടുപേരും പിണങ്ങും. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ. അതുകൊണ്ട് എന്റെ സ്വന്തം നിലയിൽ ആ ബിസിനസ് തുടങ്ങാൻ പോവാ. നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചു. വീട്ടിൽ സ്വസ്ഥത ഉണ്ടായിരിക്കുമല്ലോ. മീൻകറി കുറച്ചുകൂടെ? വേണ്ട. നിനക്ക്? വേണ്ട. കുറച്ച്. ഇത്രയും കാലം കുട്ടികളോട് ഓടിച്ചാടി കളിച്ചു നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഒന്നും ചെയ്യാനില്ലാതെ ഒരു കുട്ടിയിരുന്നാൽ ഞാൻ സൂക്കടിയായി പോകും. എനിക്ക് വേറെ ഫ്രണ്ട്സും കമ്പനിയും ഒന്നുമില്ല. ആകെ ഉള്ളത് അവരാ. അവരെ കൂടി കാണാതിരുന്നാല് മുരടിക്കാൻ പോണത് എന്റെ മനസ്സാ. അതിന് അവരിവിടെ ദിവസം അങ്ങ് വരുമെന്നാണോ? ആരേലൊക്കെ വരുമല്ലോ. ചേച്ചിക്ക് വേണ്ട എന്താണെന്നറിയാമോ? വിശ്രമം. ആബ്സല്യൂട്ട് റെസ്റ്റ്. എന്താ ഞാൻ സൂക്കടിയായി പോയോ? എന്റെ തീരുമാനത്തിന് ഇനി ഇളക്കമില്ല. നിങ്ങൾ രണ്ടുപേരും വെറുതെ ഈ കാര്യം പറഞ്ഞ് തമ്മിത്തല്ലാൻ നിൽക്കണ്ട. നിങ്ങൾക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു നല്ല പേര്, ബ്യൂട്ടി പാർലറിന് പറ്റിയ ഒരു പേര് കണ്ടുപിടിച്ച് രാവിലെ കൊണ്ടു തരിക. നാളെ തന്നെ എനിക്കത് രജിസ്റ്റർ ചെയ്യേണ്ടതാ. സഹകരിക്കുന്നേ സഹകരിക്കും. ഇല്ലേൽ അങ്ങനെ വെറുതെ വീഡിയോയും കടാമ്പിടിയും പറഞ്ഞു. എന്താ ഇനി പേര് തന്നില്ല എന്നുള്ള പരാതി വേണ്ട. നീ തന്നെ വായിക്ക്. കന്നഡയില്ലാതെ അത്ര കുരുകുരാന്ന അക്ഷരം എനിക്ക് വായിക്കാൻ കിട്ടിയില്ല. വായിക്കട്ടെ. ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ പേരിനും അർത്ഥമുള്ളതാ. നിങ്ങൾ വായിക്കേ. മായാമോഹിനി. എന്താണ് ചിരിക്കുന്നത്? ഇതാ അർത്ഥം അറിയണമെന്ന് പറയുന്നത്. മേക്കപ്പ് എന്ന മായയിലൂടെ വരുന്നവരെ മോഹിനിമാരാക്കി മാറ്റുന്ന ഇടം എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? മായാമോഹിനി ബ്യൂട്ടി പാർലർ. എന്താ കുഴപ്പം? നീ മുഴുവൻ വായിക്ക്. അർത്ഥമൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. മനസ്സിലാവില്ല, ചോദിച്ചോണം. അതൊക്കെ ചോദിച്ചോളാം. നീ വായിക്ക്. പൂർണ്ണചന്ദ്രിക വായിച്ചോ? നീലോൽപലം മനോരഞ്ജകം പത്മദളം മല്ലികാമോഹനം കൽപ്പദ്രുമം. ഇതൊരു കഷായത്തിന്റെ ഉറപ്പടി മാതിരിയുണ്ട്. ഒന്നുമില്ല, അങ്ങ് വായിച്ചോ. ഇതിലൊരു 25 ഉണ്ട്. ഇനി വേറൊരു സ്റ്റൈൽ. പുണ്യമാത, ചെറുപുഷ്പം, ലിറ്റിൽ ഏഞ്ചൽ, സെന്റ് തെരേസാസ്, ഹോളി ട്രിനിറ്റി. അത് നമ്മൾ 3 പേരെ ഉദ്ദേശിച്ച. ഇനി വേറൊരെണ്ണത്തിൽപ്പെട്ടത് ഒക്കെ ലോകൈക സുന്ദരികളുടെ പേരുകളാ. മോണോലിസ, ക്ലിയോപാട്ര, മുണ്ടാസ്, വീനസ്, ഹെലൻ, ദമയന്തി, അനാർക്കലി, സിൽക്ക് സ്മിത. ഇതേ ലിറ്ററേച്ചർ തന്നെ ഉൾപ്പെടെ 3 എടുത്തു വെച്ചിരിക്കുന്ന കെയർ ഓഫില്ല ശരിയാക്കിയിരിക്കുന്നത്. അറിയോ?
നിനക്കൊക്കെ ഈ സിനിമാ പെണ്ണിന്റെ വരെ അറിയാവൂ. താരത്തിൽ പുച്ഛിച്ച് ഇരിക്കുന്നല്ലോ. വല്ലതും ശരിയാക്കിയോ? ഞാനാകെ ഒരു പേര് കണ്ടുപിടിച്ചു. എന്നാ എന്നാ ഈസോ? ആ എന്നുവെച്ചാ ഔവ. അത് തന്നെ നമ്മുടെ പഴയ ആദാമിന്റെ പെണ്ണുപിള്ള. അതുകൂടെ വേണ്ട. ഔവാന്ന് കേട്ടാ തന്നെ ഓർമ്മ വരുന്ന തുണിയെടുക്കാത്തൊരു പെണ്ണിന്റെ രൂപ. ഇവിടെ മാനവ മര്യാദയായിട്ട് കഴിയുന്ന പെണ്ണുങ്ങളെ ഉദ്ദേശിച്ച ചേച്ചി ഈ ബിസിനസ് തുടങ്ങുന്നത് തന്നെ. അയ്യോ അങ്കിൾ, അതിനെന്താ? ആദ്യത്തെ സ്ത്രീയുടെ പേരിലെ ഔവ. ഈ പേര് ഇതുവരെ കേട്ടതിൽ നല്ല പേര് ഇത് തന്നെയാ. പിന്നെ വേറെ കാര്യം അങ്കിൾ ശ്രദ്ധിച്ചോ? നമ്മൾ മൂന്നാളും കൂടി ഇവിടെ നടത്താൻ പോണത്. അതേന്ന് കൂട്ടിക്കോ. എങ്കിൽ നമ്മുടെ മൂന്നാളുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം ചേർത്താണ് ഈ പേരുണ്ടാക്കിയിരിക്കുന്നത്. ഇ ഫോർ എലിസബത്ത്, ബി ഫോർ വക്കച്ചൻ, ടി ഫോർ എമിൽ. അത് ഏറ്റോടാ. സ്വല്പ പരിചയക്കുറവാണ്. ആദ്യമല്ലേ ഇത് രോഗമല്ല കാര്യം പറഞ്ഞു കൊടുത്തത് പ്ലാനല്ല. ഇപ്പോഴത്തേക്കൊന്ന് സഹിച്ചിരുന്നോട് ശരിയാക്കാം നമുക്ക്. ഇതാണോ താൻ വലിയ കാര്യമായിട്ട് കുഴുങ്ങിയെടുത്തുകൊണ്ട് വരുന്ന വാർത്ത? പരിചയക്കുരു വന്നാൽ ഇടാമെന്ന് പറ. എന്റെ അടുത്തൊരു ഫ്രണ്ടിന്റെ അമ്മയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിലെങ്കിലും ഇതൊരു വാർത്തയായിട്ട് വന്നില്ലെങ്കിൽ പോരെങ്കിൽ മിസ്സിസ് കുഞ്ഞിക്കൃഷ്ണമേനോനെ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ? മിസസ് കുഞ്ഞിക്കൃഷ്ണമേനോൻ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒരു വാർത്തയല്ല. അതേസമയം അവർ വ്യഭിചരിച്ചു എന്നൊരു വാർത്ത കൊണ്ടുതരാൻ കഴിഞ്ഞാൽ തന്നെ ഞാനൊരു ജേർണലിസ്റ്റായിട്ട് അംഗീകരിക്കാം. കൊള്ളാവുന്ന ഒരു സ്കൂപ്പ്, ഒരൊറ്റ സ്കൂപ്പ് തനിക്ക് ഇതുവരെ കൊണ്ടുതരാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്കൂപ്പോ? സ്കൂപ്പ് എന്ന് പറഞ്ഞപ്പോ സ്കോപ്പുള്ള വാർത്ത തന്നെയാണോ? സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂപ്പ്. മറ്റൊരു പത്രക്കാരനും കിട്ടാത്ത ന്യൂസ് ആദ്യമായിട്ട് തപ്പിയെടുത്തുകൊണ്ട് വന്നാൽ അത് ആ സ്കൂപ്പ്. ഇതുപോലും അറിയാൻ മേലെങ്കിൽ തന്നെ ഞാനിങ്ങനെ സ്ഥിരപ്പെടുത്തും. ഇക്കണക്കിന് പോയാൽ താനിവിടെ അധികം കാലം അപ്രന്റീസ് കളിക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. സോറി മിസ്സസ് നായർ.
ഇന്നിപ്പോ പോയിട്ട് അത്യാവശ്യമുണ്ട്. നാളെ മറ്റോ വരാം. ഒരു 10 മിനിറ്റ് പ്ലീസ്. വേണ്ട പ്ലീസ്. ഇതെന്താ നീങ്ങുന്നേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. മുടി കഴിയാനല്ലേ അകത്തേക്ക് നിൽക്കണം. ആദ്യമൊക്കെ ചെറിയൊരു അസുഖം പോലെയൊക്കെ തോന്നുന്നു വരും. ഞാനിത് ആദ്യമൊന്നുമല്ല, ഇവിടെ ആദ്യമാണെന്നേ ഉള്ളൂ. അതിനേതായാലും കുറവൊന്നുമില്ല. ഇങ്ങനെ എടുത്തോട്ടെ. ബൈ ഓൾ മീൻസ് ബോസ് വരാം. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്.